നമസ്കാരം. ഇന്നത്തെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ തഞ്ചാവൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളി വരെയാണ്. അപ്പോൾ ഞാനീ പോകുന്ന ട്രെയിൻ എന്ന് വെച്ചാൽ ഡെമു എക്സ്പ്രസ് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിന് വേളാങ്കണ്ണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് തിരുച്ചിറപ്പള്ളി വരെ പോകുന്ന ട്രെയിനാണ്. 11:30 ആകുമ്പം തിരുച്ചിറപ്പള്ളി എത്തും. ഇനി ഈ വേളാങ്കണ്ണിയിൽ നിന്ന് തഞ്ചാവൂർ വരെയുള്ള യാത്ര ഞാനൊന്ന് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ആ ഒരു ഭാഗം റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം ട്രെയിന് തഞ്ചാവൂർ ജംഗ്ഷനിൽ വന്നിരിക്കുക കേട്ടോ. 9:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. എവിടെയായാലും 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. തഞ്ചാവൂർ ജംഗ്ഷൻ. ഇവിടെ വന്നപ്പോഴേ ധാരാളം കാപ്പി കച്ചവടക്കാരും വട ഉഴുന്നൂടെയൊക്കെ വിൽക്കുന്നവരും വന്നിട്ടുണ്ട്. ട്രെയിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് നേരെ കാണുന്നത്. ഈ സ്റ്റേഷനിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലെ ആ ഭിത്തിയൊക്കെ സംബന്ധിച്ച് പ്രത്യേക രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് കേട്ടോ. നല്ല മഴയുണ്ടായി കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. ഈ ഒരു തഞ്ചാവൂർക്ക് 2ാമത്തെ ദിവസമല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ കുറഞ്ഞു, വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ടൊരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. ഇപ്പോൾ ആകാശമൊക്കെ തെളിഞ്ഞു കേട്ടോ. മേലിറങ്ങാം കാണാം. മറ്റേത് കറുത്തായിരുന്നു, നല്ല ബ്ലാക്ക് ആയിരുന്നു, വെട്ടവേ ഇല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴയും. ഇവിടെ മുകളിൽ കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് പോകുന്നുണ്ട് കേട്ടോ. അത് തഞ്ചാവൂർ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ ട്രെയിനിൽ പോയാലും ബസ്സിൽ പോയാലും ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്.
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം തന്നെയാണ്. താഴെ കണ്ടോ ഒരു പശു മേയ്ക്കുന്നുണ്ടോ. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിക്കല്ല ഉള്ളത്. വീണ്ടും വീണ്ടും ഒരേ കാഴ്ചയായതുകൊണ്ട് കുറേയൊക്കെ കട്ട് ചെയ്തിട്ടേ ഞാൻ കാണിക്കുന്നത് കേട്ടോ. തഞ്ചാവൂരിൽ നിന്നും തിരുച്ചിറപ്പള്ളി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഒരു 45-50 കിലോമീറ്ററിനകത്ത് വരുവേ. നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് കൂടുതലാണ്, 60 കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് അവിടം വരെ ചെല്ലാനായിട്ട് 1 മണിക്കൂർ മതി, ധാരാളമാണ്. പക്ഷേ ഇപ്പം ഞാൻ പോകുന്ന ഡെമോ എക്സ്പ്രസ്സിലല്ലേ, അതെല്ലാം ചെറിയ സ്റ്റോപ്പിലും നിർത്തിയേ പോകത്തുള്ളൂ. നമ്മളവിടുത്തെ ലോക്കൽ ട്രെയിൻ, അതാണ് ഇവിടുത്തെ ഡെമോ. ഇവിടെ ഇങ്ങനെ നിറച്ച് പച്ചപ്പും ഇവിടെ കൃഷിയൊന്നും ഇല്ലാതെ കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ അതിനിടയിൽ നല്ല വെളുത്ത കെട്ടിടങ്ങൾ കാണാം കേട്ടോ, ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ കുറേ സ്ഥലങ്ങൾ മുഴുവൻ ഇങ്ങനെ പാടശേഖരമാണ്, അങ്ങ് കിലോമീറ്റർ കണക്കിന് ദൂരം വരെ കാണാൻ പറ്റും. വലിയ മരങ്ങളൊന്നുമില്ല, ഇടയ്ക്ക് ഒരു ടവറൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ തഞ്ചാവൂരിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള, പിന്നെ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നിട്ട് പറയാം. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു പട്ടണം കേട്ടോ തഞ്ചാവൂർ. ചെന്നൈയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ മാറിയാണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ കാവേരി നദി എന്നുള്ള ജലമാണ് ഇവിടുത്തെ മെയിൻ കൃഷിക്കുള്ള സോഴ്സ്. சரி, நான் ஒரு 11 மணிக்கு வரேன். பைப்பை மாற்றிடுவோம், என்னென்னு பார்ப்போம், வந்து நேராக பேசுவோம். சரிங்க, டீ வச்சுருக்கீங்களா? ஓகே. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട് കേട്ടോ. അതേതൊക്കെയാണ് ഞാൻ പറയാവേ. ധാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം ഉണ്ട്. ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത് 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമനാട്ടോ. പിന്നെ സ്വാമിമലൈ എന്ന് പറഞ്ഞിട്ട് വേറൊരു സുബ്രഹ്മണ്യനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, ഭയങ്കര ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെയുള്ളത് പാവനാശം രാമലിംഗേശ്വര ക്ഷേത്രമുണ്ട്. പാവനാശം ഒരു ചരിത്ര പട്ടണമാട്ടോ. 2 പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ഒന്ന് ചോള രാജാക്കന്മാർ നിർമ്മിച്ച പല്ലവനാഥ സ്വാമി ക്ഷേത്രമാണ്. മറ്റൊന്ന് 108 ശിവലിംഗങ്ങളുള്ള ശിവാലയം ക്ഷേത്രമാണ്. അവിടെ ഒരു കളപ്പുരയൊക്കെ ഉണ്ട്, 1600-ലൊക്കെയാണ് നിർമ്മിച്ചതെന്ന് തോന്നുന്നു. അതൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അളക്കുടി സ്റ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞ ചെറിയ സ്റ്റേഷൻ. പിന്നെയുള്ള പേര് കേട്ടത് തഞ്ചാവൂർ കൊട്ടാരമാണ്. ഈ ഒരു തഞ്ചാവൂർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെമ്പിളുണ്ടല്ലോ, തഞ്ചാവൂർ പെരിയ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് വലിയ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ.
പിന്നെ ഒരു മനോര കോട്ട എന്ന് പറഞ്ഞിട്ടൊരു നിർമ്മിതിയുണ്ട്. അത് ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയാട്ടോ. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ശരഭേന്ദ്ര രാജ പട്ടണത്തിൽ ആണെന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ടകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. നിർമ്മിച്ചത് മറാത്ത ഭരണാധികാരിയാണ് സർഫോജി രണ്ടാമനാണ്. ഇതിൻ്റെ നിർമ്മാണ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു കോട്ട വലിയൊരു കോട്ടയാണ് കേട്ടോ. നല്ല വെള്ള പെയിൻ്റൊക്കെ അടിച്ച് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇത് നിർമ്മിച്ചത് നെപ്പോളിയൻ ബോണപാർട്ടിൻ്റെ സൈന്യത്തിനെതിരെ ബ്രിട്ടീഷ് സൈന്യം നേടിയ അഭിമാനകരമായ മുന്നേറ്റത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ്. 1814 1815 കാലയളവിലായി കോട്ട നിർമ്മിച്ചത്. 8 നിലയുള്ള ഒരു കെട്ടിടമാട്ടോ അത്. ഏകദേശം 23 മീറ്റർ ഉയരമുണ്ട്. ഷഡ്ഭുജ ആകൃതിയിലുള്ള ഗോപുരമാണ് ഇതിനുള്ളത്. എനിക്ക് ആ ഭാഗത്തൊന്നും പോയി ഈ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. ഏതായാലും അടുത്ത തവണ ഞാൻ തീർച്ചയായിട്ടും ഈ ഭാഗത്തൊക്കെ വന്ന് ഈ കോട്ടയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. ഞാനിവിടെ ഈ ഒരു വേളാങ്കണ്ണി വന്നിട്ട് ഈ ഭാഗമൊക്കെ കറങ്ങി കംപ്ലീറ്റ് വീഡിയോ എടുത്തൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ മഴ കാരണം മടുപ്പിച്ച് കളഞ്ഞു. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു നിർമ്മിതി എന്ന് പറഞ്ഞാൽ സരസ്വതി മഹൽ ലൈബ്രറി കേട്ടോ. സരസ്വതി മഹൽ ലൈബ്രറി മധ്യകാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളുടെ ലോകത്തിലെ ചുരുക്കം ചില ലൈബ്രറികളിൽ ഒന്നാണ്. കലാ, സംസ്കാരം, സാഹിത്യം എന്നിവയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചുള്ള അപൂർവമായ വിലയേറിയ കൈയെഴുത്ത് പ്രതികൾ, പുസ്തകങ്ങൾ, ഭൂപടങ്ങൾ, പെയിൻറ്റിങ്ങുകൾ എല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. എൻസൈക്ലോപീഡിയയിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ലൈബ്രറി എന്ന് വിശേഷിപ്പിക്കുന്നു. 1918 ഇത് പൊതു ലൈബ്രറിയാക്കി മാറ്റിയത്. ബുധനാഴ്ച അവധിയാണ്. என்ன மாத்திரம் செய்யுங்க தெளிவா பேரு பேர் போட்டு ரோஸ் கலர் ரோஸ் கச்சா மஞ்சள் மாத்திரம் மஞ்சள் ഈ വേളാങ്കണ്ണി പള്ളിയില്ലേ, അതുപോലെ തന്നെ വേറൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളി ഇവിടെയുണ്ട്. പൂണ്ടി മാതാ ബസലിക്ക എന്ന് പറയും. പൂണ്ടി ഗ്രാമത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. റോമൻ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രം കേട്ടോ. ഈ വേളാങ്കണ്ണിയിലൊക്കെ തന്ന പോലെ തന്നെ താമസ സൗകര്യവും ഒക്കെ ഈ പൂണ്ടി മാതാ ബസലിക്ക പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെയുള്ള ഏറ്റവും വലിയ ക്ഷേത്രമുള്ള ബൃഹദ്വേശ്വര ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രം എന്ന് പറയും. അവിടെ പറയുന്ന പെരിയ കോവിൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. തഞ്ചാവൂരിലെ വലിയ ക്ഷേത്രം ചോള കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. 212 അടി ഉയരമുണ്ട് ഈ ക്ഷേത്രത്തിന്. രാജ്യത്തെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. പിന്നെ വലിയൊരു നന്ദിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ നന്ദിയാണ്. ഒറ്റക്കല്ലിലെ കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലുള്ള എല്ലാം വലുതും ഗംഭീരവും കേട്ടോ. പിന്നെ കൊത്തുപണികളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, അതുപോലെ. പക്ഷേ ഇപ്പം ക്യാമറയൊന്നും അകത്തോട്ട് കയറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
அடுத்து வாங்க ஒரு அடுத்த வச்சுட்டா ஆட்டை நீங்கள் ஆட்டை தான் கொஞ்சம் வேறு யாருக்கும் கொடுக்க முடியாது. ஆனால் மற்ற வந்து உடம்பு கூட கையாக இருக்கும். അയ്യനപുരം. அதுதான் அமுக்குவாங்க. இந்தியாவில் கொடுக்குறாங்களா அந்த மாதிரி இதுவான் அந்த ஆள் வந்து ஆட்டை கெட்டு தான் பார்ப்பாரு. ஒரு வேலை செஞ்சுட்டா தெரியுமா, ஆட்டை 2000 பணத்தை கொடுத்துட்டாரு என்கிட்ட. 2000 பணத்தை கொடுத்து நான் 500 செலவு பண்ணிட்டேன். 1500 அதிகிட்ட கொடுத்துட்டேன். இது ஆடு கொடுக்கல, கொடுக்க மாட்டேன். இன்னொரு 500 என்கிட்ட இருக்குது. இன்னொரு 500 இது வீட்டுக்காரத்தை எடுத்து 500 நீங்கள் வாங்கிக்கீங்க. தினமும் 5000 கொண்டு வாங்க. இல்லாட்டி ஆட்டை கொடுத்தாங்க. அப்புறம் நான் வந்து 500 ഈ അയിനാപുരം എന്ന് പറഞ്ഞ ഭാഗത്ത് എത്തിയപ്പോഴേ വീണ്ടും ആ തെളിച്ചമൊക്കെ അങ്ങ് പോയി, മഴക്കാർ വരാൻ തുടങ്ങി കേട്ടോ. വെയിലൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. பணம் வருது என்னதான் தெரியல. பேசுக்கு 2 இடம் இருக்கா? നമ്മളിപ്പോൾ സോളകംപെട്ടി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോലകംപട്ടി ஒரு குழிக்கு வந்து லாட்டு எவ்வளோ சொன்னாப்போ 3 லட்சத்துக்கு 3 லட்சம் ரூபா. எக்ஸ்டெண்ட் பண்ணியிருக்காங்க. ഈ വെള്ളം പിടിക്കുന്നതിനപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് കാപ്പി പാത്രത്തിനകത്തേക്ക് വെള്ളം നിറയ്ക്കാമെന്ന്. പിന്നെ കുടത്തിൽ പിടിക്കുക കേട്ടോ. പിന്നെ അടുത്തിരിക്കുന്ന കാപ്പി പാത്രമല്ല കേട്ടോ, അത് അതിൻ്റെ സൈഡിൽ ശ്രദ്ധിച്ചോ, ഒരു മഗ് ഇങ്ങനെ ചങ്ങലയിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ആരും എടുത്തുകൊണ്ട് പോയിരിക്കാൻ വേണ്ടി. അതെനിക്ക് തോന്നുന്നു വെള്ളം അതിനകത്ത് നിറച്ച് വെച്ചിട്ടേ ഈ വരുന്നവർ സ്റ്റേഷനിൽ വരുന്നവർക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കാന്ന് തോന്നുന്നു. சாவடி பண்ணலாங்க. சாவடி பண்ணோம்னா பயிர் வந்து சாவடி பண்ணலாம். தண்ணி ஃபுல்லாக இருக்குது. அமௌண்ட் அடைச்சாதானே விடுவாங்க. யூனிஃபார்ம் ஏதுனா அவ்வளோதான் இதுதான் கட்டிட்டா முடிஞ்சு அவன் பிளாட் போட்டு கொடுக்க வேண்டியதான். நல்ல வச்சு இன்னும் அப்லோடு இல்லை, வாங்கலை. அப்லோடு நீ இடத்த கொடுத்தா தான் அப்லோடு தருவேன். நீ இடத்த எக்ஸ்டெண்ட் பண்ணி அதான் அப்லோடு இடத்த எக்ஸ்டெண்ட் பண்ணி கொடுக்கலாம். அப்போ தான் அப்லோடு தரும். பஞ்சாயத்து அப்லோடு இருந்தால் தான் போல் இருக்கணும். அதான் பஞ்சாயத்து அப்லோடு இருந்தால் பஞ்சாயத்து அப்லோடு இல்லை, அது இருந்தாலும் ஊர் கட்டலாம். பஞ்சாயத்து அப்லோடு இருக்குது. நீ என்ன சொல்கிற, அதை வந்து நெட்டில் எடுத்து அனுப்பணுங்க. அந்த வட்டத்தை நெட்டில் எடுத்து அனுப்பணும். பஞ்சாயத்து அப்லோடு வெளியில் வாங்க முடியாது, அதிகம் வெளியில் தான் வாங்கணும். இந்த சுற்றுலாம் வாங்க முடியாது, உங்கள் இடத்துலாம் வாங்க முடியாது. அதெல்லாம் வாங்க முடியாது, ரேட்டு அதிகம். புளி இது ஹைவே 50,000 ரூபா 30,000 விற்கிறாங்க. 40,000 பைபாஸ் வந்துட்டுல
அதனால தான் ரேட்டே இருக்கும். 40 ரூபா 50 ரூபா போகுது. குடிக்கிறதுக்கு எத்தனை கொடுப்போம்? நாங்கள் வந்து 6 பட்டா பட்டா வாங்கிட்டீங்களா? பட்டா வாங்கிட்டேன். கணக்கு போயிட்டாங்க. வேலை செஞ்சாங்க. சும்மா ஏதாவது ஆயிரம் வேணாம் வீட்டில் 87 பார்க்கலாம். சுற்றி பார்த்துக்கலாம், இந்த ஊரையும் பார்த்துட்டு அந்த பட்டம் பிடிச்சிடும் போயிடும். அங்கே யாருங்க காலையில் 4 மணிக்கு வாங்க. காலையில் நடந்து வருவார். ഇവിടുത്തെ ഈ പച്ചപ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ദൂരെയായിട്ട് ചെറിയ ചെറിയ വെള്ളക്കെട്ടങ്ങൾ കാണാം പച്ച കളറിനകത്ത്. പിന്നെ ഇങ്ങനെ കുറേ കൃഷി സ്ഥലങ്ങളിലാണ് മുഴുവൻ ഇങ്ങനെ. എനിക്കൊന്ന് കൃഷി വിളവെടുത്തിട്ട് ബാക്കിയുള്ളത് കത്തിക്കാനായിട്ട് വെച്ചിരിക്കുന്നതോ അങ്ങനെ എന്തോ കൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മുഴുവൻ കണ്ടില്ലേ, മുഴുവൻ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അത് ഈ മഴയുടെയാണ് കേട്ടോ. ഇന്നലെയാണ് മഴയൊന്ന് കുറഞ്ഞത്. ഇപ്പോൾ വേറൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.
அவன் வண்டி ஓட்ட போவான். போயிட்டு விட்டு விட்டியா? டாடா ஏசி போடுவான். சேர்த்து விட்டாரு. டாடா ஏசி ஓடுதா? என்ன ஏசி போடுங்க? அதாவது வெறுங்காட்டி போகணும் அந்த வெங்கடேஷ் அது கிட்ட போகிறோம். போயிட்டு ஹோட்டல் வச்சு வண்டி நல்லா இருக்கும். அதிகமாக என்ன மாடல்? வண்டி வளர்க்கூடாது. 20 ரூபா. வண்டி 30 ரூபா. ஆனால் இது வந்து மக்கள் வாங்கினா 30 ரூபாய்க்கு சைலண்ட் தான். வருஷம் 4 வருஷம் ஓடணும். 9 வருஷம் ஓடி ரெண்டாயிரத்தி 27 நினைக்கிறேன். 2027 பண்ணாங்க. 2014 இருக்கும். ആ രജിസ്ട്രേഷൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് വായിക്കാൻ സാധിച്ചില്ല. ആരുടെയും ചോദിച്ചു നോക്കാം. 2025 தானே பழகுது. തിരുവെറുമ്പൂർ തിരുവെറുമ്പൂർ സ്റ്റേഷൻ കേട്ടോ. തിരുവെറുമ്പൂർ 2014 5 வருஷம். തിരുവെറുമ്പൂർ
മഞ്ചത്തി ദാൽ. ഇവിടെ ഒരു പുതിയ ഗുഡ്സിൻ്റെ പൂവുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിറച്ച് ഗുഡ്സിൻ്റെ കൂടെ തന്നെ ഗാർഡൻ്റെ ഒരു ക്യാബിനുണ്ടല്ലോ, അതൊരു 5-6 നിരത്തി കൂട്ടി വെച്ചിരിക്കുക. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് പുതുതായിട്ട് പെയിൻ്റ് അടിച്ച ട്രെയിനാണെന്ന് തോന്നുന്നു, റീപെയിൻറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഗ്ലാസ്സിലേക്ക് ഒട്ടി വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല പെയിൻറ്റിൻ്റെ സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരയൊക്കെ ഇട്ട് വരുന്നുള്ളൂ. ഇടയ്ക്കത്തെ ബ്ലൂ കളർ വരയൊക്കെ അതൊക്കെ ഇട്ട് വരുന്നുള്ളൂ. പൊന്മലൈ ഈ സ്റ്റേഷനകത്തായിട്ട് തന്നെ ഒരു പ്രതിഷ്ഠയും കാണാം കേട്ടോ, ചെറിയൊരു കാവ്. ഇത് തെന്മലയല്ല, പൊന്മലയോ കേട്ടോ, പൊന്മലൈ. തെന്മല അതുപോലെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ.
ഇട സൈഡിലേറ്റ് ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നല്ല നല്ല താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ കണ്ടില്ല, ഭയങ്കര താഴ്ചയാണ്. വേറൊരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കും കേട്ടോ. ഇത് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു മറ്റേ സ്റ്റേഷൻ മറ്റേ 5 മിനിറ്റ് പോലും എടുത്തില്ല. പാളം മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെ സബ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരുച്ചിറപ്പള്ളി സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. ഈ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ട്രിച്ചി എന്ന് അറിയപ്പെടുവേ. അപ്പോൾ ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേഷനാണ് കേട്ടോ. ഏതാണ്ട് 9 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് 6ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണെന്ന് തോന്നുന്നു. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ ഈ ട്രെയിന്. എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ഈ ട്രെയിനിൽ. പിന്നെ ഇവിടെ യാത്രക്കാർക്കായിട്ട് ബഗ്ഗി സർവീസൊക്കെ അവൈലബിൾ ആണ്. 230 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവിടും. അപ്പോൾ ഈ തഞ്ചാവൂർ ടു തിരുച്ചിറപ്പള്ളി ട്രെയിനിലുള്ള യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. തിരുച്ചിറപ്പള്ളിയിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലുള്ളത്.